ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാകുറ ബച്ചിയുടെ ചാപ്റ്റേഴ്സ് 97 മുതൽ 100 വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരാളെ മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മളുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള 888 ഷോ കഴിഞ്ഞ വീഡിയോയ്ക്ക് 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ ഈ തന്ന സപ്പോർട്ടിന്. ഇതേപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ചെയ്ത് കട്ട സപ്പോർട്ട് തന്ന കൂടെ നിൽക്കുന്ന എൻ്റെ മറ്റെല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയ നന്ദി. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇങ്ങനെ തന്നെ തുടരുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി വെച്ചേക്കണേ. സോ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സിലേക്ക് കടക്കാം. ഇപ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമുക്ക് ആ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് ഫീൽഡിനെ പറ്റിയുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ തരികയാണ്. ആ സ്ട്രോങ് ആയിട്ടുള്ള വലിയ ഫോഴ്സ് ഫീൽഡ് നിർമ്മിച്ചിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫോഴ്സസ് കൊണ്ടാണ്. അതായത് കൊത്തിവെച്ചിരിക്കുന്ന ചില മാജിക് സ്പെല്ലുകൾ ഉപയോഗിച്ച് ഈ ഭൂമിയുടെ ചൂടിനെ സ്പിരിറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സ്പിരിറ്റ് എനർജിയാണ് ഈ ബിൽഡിങ്ങിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ സ്പിരിറ്റ് എനർജി ഇങ്ങനെ ചുമ്മാ കടത്തിവിട്ടിട്ട് കാര്യമില്ല. ഒരു മനുഷ്യന്റെ ഉള്ളിൽ കൂടി അത് ചാനൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അതൊരു മന്ത്രവിദ്യയായിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയൂ. പക്ഷേ ഈ വരുന്നത് നാച്ചുറൽ ഫോഴ്സസിൽ നിന്നുണ്ടാകുന്ന സ്പിരിറ്റ് എനർജി ആണെന്ന് നമ്മൾ പറഞ്ഞു. ഭൂമിയുടെ ഹീറ്റിൽ നിന്നുണ്ടാവുന്നതാണ്. സോ അത് ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ടൊന്നും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. സോ അവിടെയാണ് ആ കോർ സ്റ്റേഷനിലിരിക്കുന്ന മെയിൻ മന്ത്രവാദിയെ കൊണ്ടുള്ള ഉപയോഗം. ഈ ജോലി ചെയ്യുന്നവരെ വെസൽ എന്നാണ് വിളിക്കുന്നത്. 10 വർഷത്തിലൊരിക്കൽ മാത്രമേ ഇതിനായിട്ട് ഒരാളെ തിരഞ്ഞെടുക്കൂ. തൻ്റെ 10 വർഷ കാലാവധി പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ വെസലിന് ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആണ് കമുനാബി കൊടുക്കുന്നത്. പിന്നെ അങ്ങോട്ട് അവർക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വകയെല്ലാം കൊടുക്കും. കേൾക്കുമ്പോൾ നമ്മളും വിചാരിക്കും കൊള്ളാമല്ലോ, നല്ല കിടിലം പരിപാടി. പക്ഷേ ഇതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ വെസലാകാൻ പോകുന്ന ആള് ആദ്യം ഒരു മാജിക് സ്ക്രോള് വിഴുങ്ങും. പിന്നെ അങ്ങോട്ട് അയാൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേക്കുന്നത് പോലെ ഒരു സംഭവമായിരിക്കും നടക്കുന്നത്. അതായത് ഏകദേശം ഒരു 4 മാസത്തേക്ക് മരണത്തിനും ജീവിതത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിലായിരിക്കും അയാൾക്ക് കുറേ അവയവങ്ങൾ നഷ്ടപ്പെടും. എന്തിന്? ലൈംഗിക ശേഷി വരെ നഷ്ടപ്പെടും. അങ്ങനെ ആ വലിയ എനർജിയെ വഹിക്കാനുള്ള ഒരു വെസലായിട്ട് അവരങ്ങ് മാറുകയാണ്. സോ ഇപ്പോൾ ഈ മെയിൻ വെസലിന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് 6 മന്ത്രവാദികളും ഉണ്ട്. ഇസാരു ഇപ്പോൾ ആ വെസലിനോട് ചോദിക്കുന്നുണ്ട്, ഷിനുച്ചിയുടെ ആ പവേഴ്സ് നമ്മുടെ ഈ ബിൽഡിംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. സഹായത്തിനായിട്ട് എൻചാൻറ്റഡ് ബ്ലേഡ്സ് കൊണ്ട് വരുന്നവർക്ക് എന്താണ് ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്? നമുക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുമില്ല. സോ ഫോഴ്സ് ഫീൽഡിന് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകും അല്ലേ? അതേപോലെ ഇസാരു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഈ സപ്പോർട്ട് തരാനായിട്ടിരിക്കുന്ന 6 മന്ത്രവാദികളിൽ ഒരുത്തൻ ചതിയനാണെന്ന് മുൻപേ തിരിച്ചറിഞ്ഞല്ലോ. സോ ഇപ്പോൾ ഈ ബാക്കിയിരിക്കുന്ന 5 പേരിൽ ഇനിയും ചതിയന്മാരുണ്ടാകും. അവരായിരിക്കും ഈ ഫോഴ്സ് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് ഇസാരു പറയുന്നു. അവന്മാരെല്ലാം ഇപ്പം ഇത് കേട്ടിരുന്ന് വേർക്കുന്നുണ്ട്. ഇപ്പോൾ ആ വെസല് പറയുന്നുണ്ട്, അല്ല ഇവരെല്ലാവരും ചതിയന്മാരൊന്നും അല്ല. ഇസാരു ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഇവരല്ലാതെ പിന്നെ ആരാ? താൻ കഴിഞ്ഞാൽ പിന്നെ ഇവർക്കല്ലേ ഫോഴ്സ് ഫീൽഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയൂ? അല്ല, ഇപ്പോൾ എന്നെ പോലെ തന്നെ ഇവിടെ മറ്റൊരു വെസല് കൂടി ഉണ്ടെന്ന് ഇയാൾ പറയുന്നു. ഇപ്പോൾ ഈ മെസ്സേജ് ഉടൻ തന്നെ ഇവർ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇത് കേട്ടിട്ട് ഹാക്കുരി ആണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ഇച്ചിക്കി എടുത്ത് ഈ വെസൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഇച്ചിക്കി അത് കൃത്യമായിട്ട് ഹാക്കുരിക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ സാധാരണ ഇവിടെ ഒരു വെസലേ ഉണ്ടാവാറുള്ളൂ എന്നും പുള്ളി പറയുന്നു. എന്നിട്ട് പുള്ളി ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇപ്പോൾ വേറൊരുത്തൻ എവിടുന്ന് വന്നു എന്ന്. ഇസാരു ഇപ്പോൾ ബ്രോഡ്കാസ്റ്റിംഗ് തുടരുന്നുണ്ട്. അയാൾ പറയുന്നു, നമ്മളുടെ ഫോഴ്സ് ഫീൽഡ് മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നത് ആ വെസലാണ്. അതുകൊണ്ടാണ് നമ്മളുടെ ഹെൽപ്പിനായിട്ട് വന്നവർക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയാത്തത്. ഇച്ചിക്ക് ഇപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചെടുക്കുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ആ വെസലാകാൻ പോകുന്ന ആൾ ഒരു സ്ക്രോള് വിഴുങ്ങുമെന്ന്. ആ സ്ക്രോളിൽ എക്സ്ട്രാ ഒരെണ്ണം ഈ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ എപ്പോഴും സൂക്ഷിക്കും. അതായത് ഈ 10 കൊല്ലത്തിന് മുമ്പ് എക്സിസ്റ്റിംഗ് വെസലിന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പുതിയ ആളെ തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബാക്കപ്പ്. ഇപ്പോൾ കാസൻ ആ സ്ക്രോൾ ഉപയോഗിച്ച് ആരെയോ ഒരു വെസലാക്കി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിന് പകരം ഒരു ഫേക്ക് സ്ക്രോൾ അവിടെ വെക്കുകയും ചെയ്തു എന്ന് ഇച്ചിക്ക് ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട്. ഇച്ചിക്ക് ഇപ്പോൾ ഹാക്കുരിയോടും കിരിയോടും പറയുന്നുണ്ട്, സോറി, ഇനി അങ്ങോട്ടുള്ള ഫൈറ്റിങ്ങിന് നിങ്ങളുടെ 2 പേരുടെയും ചെറിയൊരു ഹെൽപ്പ് വേണം. നമ്മളുടെ ടോപ്പ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഫോഴ്സ് ഫീൽഡ് റീസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഹെഡ് ക്വാർട്ടേഴ്സിലെ 2 വെസലുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഇവിടുത്തെ എനർജി മൊത്തത്തിൽ അൺസ്റ്റേബിളായി കിടക്കുകയാണ്. അതിൻ്റെ എഫക്റ്റാണ് ഈ ബിൽഡിങ്ങിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെ ബാധിക്കുന്നത്. സോ ഇതെല്ലാം ഹിഷാക്കുവിൻ്റെ പ്ലാനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്ന് ഇച്ചിക്ക് പറയുന്നു. ഇപ്പോൾ നമ്മുടെ കമുനാബിയുടെ ആ ഒറിജിനൽ വെസലാണെങ്കിലും പറയുന്നുണ്ട്, ജയിക്കാൻ വേണ്ടിയാണെങ്കിലും ഇത്രയ്ക്കൊരു എക്സ്റ്റെൻറ്റിലേക്കൊക്കെ അവന്മാർ പോകുമെന്ന്. അതായത് ഒരു വെസലാവാൻ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്ന് നമ്മൾ കുറച്ചു മുമ്പേ കണ്ടതാണല്ലോ. സോ ഇപ്പോൾ അവന്മാർ എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ഇസാരുവും പറയുന്നു. ആ മുഖത്ത് ബാൻഡേഡ് ഇട്ട ഹിഷാക്കു മന്ത്രവാദി അവനെ വളഞ്ഞിരിക്കുന്ന ആ കമുനാബി മന്ത്രവാദികളോട് പറയുന്നുണ്ട്, എന്തു വന്നാലും യൂറ തന്നെ രാജാവാകുമെന്ന്. യൂറ ഇപ്പോൾ അസാമിയോട് പറയുന്നുണ്ട്, ഇങ്ങനെ നിന്റെ എനർജി മൊത്തം എടുത്ത് ഫൈറ്റ് ചെയ്താൽ നീ പെട്ടെന്ന് വീഴുമെന്ന്. അസാമി ഇപ്പോൾ പറയുന്നുണ്ട്, ഓ നിന്റെ കരുതലിന് നന്ദി മോനെ, പക്ഷേ ഇപ്പം നീ നിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ അടിച്ചാൽ മതി.
നിന്റെ കയ്യിൽ ഷിനുച്ചിയുടെ പവേഴ്സ് ഉണ്ട്, എന്നിട്ടും കയ്യിൽ ഒരായുധവും ഇല്ലാത്ത എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എനിക്കെതിരെ നിൽക്കുന്നവനിപ്പോൾ പേടിച്ച് മുള്ളുന്നുണ്ടായിരിക്കും, അറിയോ? യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, പതിയെ പതിയെ ഷിനുച്ചിയുടെ പവേഴ്സ് എൻ്റെ കൺട്രോളിൽ വരുന്നുണ്ട്. നീ പറഞ്ഞ രീതിയിലുള്ള പവേഴ്സ് ഞാനിപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ലഭിക്കാൻ പോകുന്ന പവേഴ്സ് ഉപയോഗിച്ച് ഞാൻ ഈ രാജ്യം തന്നെ അഴിച്ചു പണിയും. ഇത് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ യൂറയുടെ മുഖത്തുനിന്ന് ആ സെന്റിപ്പീഡ് അറ്റാക്കിന്റെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ കുറെ പൂ വിരിയുന്നത് നമുക്ക് കാണാം. സോ ഷിനുച്ചി ഔട്ട് ഓഫ് കൺട്രോൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കാസൻ ഇപ്പോൾ ഇച്ചിക്കിയോട് പറയുന്നുണ്ട്, നീ പറഞ്ഞത് ശരിയാ, ഞങ്ങൾക്ക് ഇനി കുറച്ച് മിനിറ്റുകൾ കൂടിയേ കിട്ടൂ. പക്ഷേ അതിനു മുൻപ് യൂറ സോട്ട് മാസ്റ്ററിന്റെ അടുത്ത് എത്തി അവന്റെ ലക്ഷ്യം നടപ്പാക്കിയിരിക്കും. നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആ വെസലിനെ ഞാൻ കൊന്ന് ഫോഴ്സ് ഫീൽഡ് ഞങ്ങൾ റീസ്റ്റോർ ചെയ്താൽ പിന്നൊരു പുണ്ണാക്ക് നടക്കാൻ പോകുന്നില്ല എന്ന് ഇച്ചിക്ക് പറയുന്നുണ്ട്. അസാമി ഇപ്പം ചിന്തിക്കുന്നുണ്ട്, ഫോഴ്സ് ഫീൽഡ് റീസ്റ്റോർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെനും ടോബി മുനെ അകത്തേക്ക് എത്തും. നമുക്ക് എൻചാൻറ്റഡ് ബ്ലേഡ്സ് ഉണ്ടെങ്കിലേ യൂറയെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ യൂറയെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ വീണ് കിടക്കുന്ന ഉറുഹൈൻ നാറ്റ്സുക്കി എഴുന്നേക്കുന്നുണ്ട്. അസാമി ആണെങ്കിലും ഇപ്പോൾ പറയുന്നുണ്ട്, മസിലും എല്ലും എല്ലാം ചതഞ്ഞ് എൻ്റെ കൈ ഇപ്പോൾ ആകെ ഒരു പന്ന കണ്ടീഷനിലിരിക്കുക, എങ്കിലും എനിക്ക് ഇപ്പോഴും നിന്നെ ഇടിക്കാൻ പറ്റും എന്ന് പറഞ്ഞ് അസാമി ഇങ്ങനെ കൈയും ചുരുട്ടി യൂറയുടെ മുന്നിൽ നിൽക്കുകയാണ്. പറ്റാവുന്ന അത്രയും സമയം ഞാൻ വാങ്ങിത്തരാം, പക്ഷെ ചിഹിരോ, സാമ്ര, ഞാൻ ചാകുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങ് എത്തണം എന്ന് അസാമി ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്. ഇസാരു ഇപ്പോൾ ആ മെയിൻ വെസലിനോട് ചോദിക്കുന്നുണ്ട്, മറ്റേ വെസൽ അവനിപ്പോൾ എവിടെയുണ്ട്? ഇയാളിപ്പോൾ പറയുന്നുണ്ട്, അവൻ നമ്മുടെ കൂട്ടത്തിൽ ഒരുത്തനായിരുന്നെങ്കിൽ ഈ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് ഞാൻ ഇതിനു മുമ്പേ തന്നെ അവനെ എപ്പോഴെങ്കിലും വെച്ച് സ്പോട്ട് ചെയ്തേനെ. ഇത് കമുനാബി ടീമിലുള്ള ആരുമല്ല, ഇപ്പോഴിവിടെ നുഴഞ്ഞു കയറിയവരുടെ കൂട്ടത്തിലാണ് ആ വെസലുള്ളത്. അതായത് ആ ഹിഷാക്കുയിൽ ഒരാളാണ് വെസൽ. ഇപ്പോൾ ഇസാരു എല്ലാവർക്കും ബ്രോഡ്കാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതായത് ഒന്നും നോക്കണ്ട, ഇവിടെ നുഴഞ്ഞു കയറിയിരിക്കുന്ന ഹിഷാക്കുയിലെ എല്ലാ എണ്ണത്തിനെയും പറ്റാവുന്ന അത്രയും വേഗം തീർക്കാൻ ഹാക്കുരിയും കിരിയും എല്ലാം ഇപ്പോൾ ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതും കാണാം. ഇപ്പോൾ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് സീസൺ 1 സോജോയുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റുപോയ ആന്റി ക്ലൗഡ് ഗൗജർ ഫോഴ്സ് ഉണ്ടല്ലോ, അതിന്റെ കമാൻഡറായിട്ടുണ്ടായിരുന്ന ഇക്കുറ്റോ ഹാഗിവര പുള്ളിക്കാരന്റെ ബാക്കി ആ 5 ടീംമേറ്റ്സിനോട് സംസാരിക്കുകയാണ്. പുള്ളിക്കാരൻ കയ്യിലൊരു കറുത്ത പൊടി കൊണ്ടുവന്നിട്ട് അത് ഈ ടീംമേറ്റ്സിനെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആ ടീംമേറ്റ്സ് ആണെങ്കിൽ പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതായത് ഇതെന്താ കുരുമുളക് പൊടിയാണോ എന്നൊക്കെ അവർ ചോദിക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ സാൻഡ് ആണ്, അതായത് ഇരുമ്പ് പൊടി. ഇത് ഇവരുടെ എല്ലാവരുടെയും ഡ്രസ്സുകളിൽ തുന്നി ചേർക്കണമെന്നാണ് ഹാഗിവര പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് എയറിൽ ഫ്രീ ആയിട്ട് പറന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റും. കാര്യം ഇക്കുറ്റോ ഹാഗിവരയ്ക്ക് മാഗ്നറ്റിക് പവേഴ്സ് ഉണ്ടല്ലോ, ഇതാണെങ്കിൽ ഇരുമ്പ് പൊടിയാണ്. പുള്ളിക്ക് സോ ഇവരെ നല്ല കിടിലമായിട്ട് കൺട്രോൾ ചെയ്യാം. അപ്പോൾ ആ പെണ്ണാണെങ്കിലും പറയുന്നുണ്ട്, ഓ കിടിലം, അപ്പം ഞങ്ങൾക്ക് പറക്കാൻ സാധിക്കുമല്ലേ? പെട്ടെന്ന് ഇപ്പോൾ എന്തോ ആലോചിച്ചിട്ട് ഈ പെണ്ണ് ചോദിക്കുന്നുണ്ട്, അല്ല ഇക്കുറ്റോ, ഫൈറ്റിനിടയ്ക്ക് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം ഞങ്ങളും മറിഞ്ഞ് താഴെ വീഴില്ലേ? ഇക്കുറ്റോ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ജീവൻ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, നിങ്ങൾക്കൊന്നും വരില്ല എന്ന് ഞാൻ ഉറപ്പാക്കിയിരിക്കുമെന്ന്. പിന്നീടാണ് സോജോയുമായിട്ടുള്ള ഫൈറ്റിലെ ടീം മെമ്പേഴ്സ് 4 പേരുടെ ജീവൻ നഷ്ടമായത്. സോ ഇപ്പോൾ പ്രസന്റിൽ ഇതെല്ലാം ഓർത്ത് ഡിപ്രഷൻ അടിച്ച് ഹാഗിവര കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിൽ കിടക്കുകയാണ്. ഞാനാണ് എൻ്റെ ട്രൂപ്പിനെ മുഴുവൻ കൊലയ്ക്ക് കൊടുത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ അവിടെ എയറിൽ ആ ഇരുമ്പ് പൊടിയുടെ കൺട്രോളിൽ നിൽക്കുന്ന കുഗാരയുടെ മാസ്ക് ബെഡിൽ കിടക്കുന്ന ഹാഗിവരയോട് സംസാരിക്കുന്നുണ്ട്. നീ എത്ര കാലം ഇങ്ങനെ ഇവിടെ ഇതും പറഞ്ഞുകൊണ്ട് കിടക്കും, എഴുന്നേക്കൂ ഹാഗിവര എന്നൊക്കെ അവൻ പറയുന്നു. ഹാഗിവര ഇപ്പോൾ പറയുന്നുണ്ട്, മിണ്ടാതിരിക്ക്, എഴുന്നേറ്റിട്ട് ഞാൻ എന്ത് ചെയ്യാനാ, ഞാനൊരു തോൽവിയാണ്, ഞാനിവിടെ ഇങ്ങനെ കിടക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ അങ്ങോട്ടേക്കൊരു കമുനാബി സ്റ്റാഫ് വരുന്നുണ്ട്. അയാളെ ഇപ്പോൾ ഹാഗിവര ഇങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കുമ്പോഴേക്കും അയാൾ പറയുന്നുണ്ട്, എൻ്റെ പണി കഴിഞ്ഞു, ഞാൻ പോവാണെന്ന്. ഇപ്പോൾ അയാൾ കഴിക്കാൻ കൊണ്ടുവച്ചിരുന്ന ഫുഡ് ഹാഗിവര തൊട്ടിട്ട് പോലും ഇല്ല. ഇപ്പോൾ ആ ഫുഡെല്ലാം അയാൾ സ്ട്രോളറി വെച്ചുകൊണ്ട് തിരിച്ചു പോകുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഇപ്പോൾ അയാളുടെ ഒരു കൊളീഗിനെ കണ്ടിട്ട് അങ്ങേരോട് പറയുന്നുണ്ട്, ഹാഗിവരയുടെ അവസ്ഥ കണ്ടിട്ട് സഹിക്കുന്നില്ല, അവിടെ കിടന്ന് ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക പുള്ളിന്ന്. അതായത് ഹാഗിവരയുടെ ആ ഒരു മെൻ്റൽ ബാലൻസ് തന്നെ അങ്ങ് തെറ്റിപ്പോയി. സോ പുള്ളിക്കാരൻ ഇപ്പോൾ സ്വന്തം മന്ത്രവിദ്യ ഉപയോഗിച്ചിട്ട് കുഗാരയുടെ ആ മാസ്ക് ആ ഇരുമ്പ് പൊടി കൊണ്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് അതിനോട് സ്വയം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഗാര മരിച്ചു എന്നൊക്കെ പുള്ളിക്ക് അറിയാം, എന്നാലും പുള്ളിക്ക് ഇപ്പോഴും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഇവർ പറയുന്നു. കാര്യം 10 വർഷത്തിൽ മേലെയായിട്ട് പുള്ളിയുടെ കൂടെ ഉണ്ടായിരുന്ന ട്രൂപ്പിലെ മെമ്പേഴ്സാണ് മരിച്ചത്. മാത്രമല്ല കുഗാരയുമായിട്ട് ഹാഗിവരയ്ക്ക് 5 വയസ്സുള്ളപ്പോൾ തൊട്ടുള്ള ബന്ധമാണ്. സോ അവർ തമ്മിലുള്ള ബോണ്ട് അത്രയും സ്ട്രോങ് ആയിരുന്നു. എന്തായാലും ഹാഗിവരയ്ക്കൊപ്പം ഇവരുടെ ട്രൂപ്പിലെ കസാനെ മച്ചി എന്ന് പറഞ്ഞ പുതിയ പയ്യനും രക്ഷപ്പെട്ടല്ലോ, അതാണ് ഒരു ആശ്വാസം എന്ന് ഒരു മന്ത്രവാദി പറയുന്നു. അതേപോലെ തന്നെ ഹാഗിവരയുടെ ബെഡിന് ചുറ്റും ഇരുമ്പ് പൊടി വിതറിയിട്ടുണ്ട്. അതും പുള്ളിക്ക് ഒരു ആശ്വാസമാണെന്ന് ഇവർ പറയുന്നു. കാര്യം ടീം മെമ്പേഴ്സിന്റെ എല്ലാം തുണിയിൽ ഈ ഇരുമ്പ് പൊടി തുന്നി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോൾ അവരും പുള്ളിയുടെ കൂടെ ഉള്ള പോലത്തെ ഒരു ഫീല് പുള്ളിക്ക് കിട്ടും. എന്തായാലും നല്ല കഴിവുള്ള ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഈ അവസ്ഥയിൽ ഇനിയും പുള്ളിക്ക് കുറേ കാലത്തേക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഈ മന്ത്രവാദികളിൽ നിന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ കുഗാരയുടെ മാസ്ക് വീണ്ടും സംസാരിക്കുന്നുണ്ട്. അതായത് ഹാഗിവരയുടെ ഹാലൂസിനേഷൻ. അത് പറയുന്നു, എടാ നീ ഇതുവരെ ഒരു വഹയും കഴിച്ചിട്ടില്ല, ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ നീ വിശന്ന് മരിച്ചു പോകും.
ഹാഗിവരെ ഇപ്പോൾ പറയുന്നുണ്ട് എനിക്ക് വിശപ്പില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് ചത്തുപോയാലും എനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്ന്. പുള്ളിയുടെ കണ്ണൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ആകെ വല്ലാതിരിക്കുകയാണ്. ആ മാസ്ക് ഇപ്പോൾ വീണ്ടും പറയുന്നുണ്ട്, എടാ അതൊരു മണ്ടൻ തീരുമാനമാണ്, മരിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് പോരാടി മരിക്കണം, അല്ലാതെ ഇങ്ങനെ പട്ടിണി കിടന്നല്ല. ഹാഗിവരെ ഇപ്പോൾ പറയുന്നുണ്ട്, എന്നെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നെ പോലെ കഴിവില്ലാത്ത പോരാളികളെ കമുനാബിക്ക് ആവശ്യമില്ല, ഇവിടെ ഇങ്ങനെ കിടന്ന് ചാകാനാണ് എൻ്റെ വിധി. ഇപ്പോഴാണ് ഹിഷാക്കു ഹെഡ്ക്വാർട്ടേഴ്സ് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞുള്ള ആ ബ്രോഡ്കാസ്റ്റ് വരുന്നത്. കുഗാര ഇപ്പോൾ പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ, ദേ ഇതാണ് നിന്റെ ചാൻസ്, എഴുന്നേക്ക്. ഇപ്പോൾ ആ ഹിഷാക്കുവിൻ്റെ കൂട്ടത്തിലുള്ള വെസൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിനക്ക് പറ്റില്ല എന്ന് മെയിൻ വെസലിൻ്റെ അടുത്ത് നമ്മുടെ ഇസാരു ചോദിക്കുന്നുണ്ട്. ഇയാളിപ്പോൾ പറയുന്നുണ്ട്, ഞാൻ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക, പക്ഷേ ആ ഷിനുച്ചിയുടെ പവർ എൻ്റെ വിഷ്വൽ ഫീൽഡിനെ മറയ്ക്കുന്നു എന്ന്. എന്തായാലും പെട്ടെന്നാവട്ടെ എന്ന് ഇസാരു പറയുന്നു. ഇനി നമ്മളെ കാണിക്കുന്നത് ഹിഷാക്കു മെമ്പേഴ്സ് ആയിട്ടുള്ള ഉറാന്റെയും ബിങ്കോയുടെയും ഒക്കെ അടുത്തേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുന്ന കഷണ്ടി തലയനായ കമുനാബി മന്ത്രവാദിയെയാണ്. അയാളിപ്പോൾ നടന്ന് ഇവരുടെ അടുത്തെത്തുമ്പോഴേക്കും ഇവർക്ക് കുറുകെ നമ്മുടെ ഹാഗിവരെ നടന്നു വരുന്നു. പുള്ളിയോടൊപ്പം തന്നെ ആ അയൺ സാൻഡിൽ കൺട്രോളായി വരുന്ന കുഗാരയുടെ മാസ്കും ഉണ്ട്. ഹാഗിവര, നിങ്ങൾക്ക് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കാനൊക്കെ സാധിക്കുമോ എന്ന് മറ്റേ മന്ത്രവാദി ചോദിക്കുന്നു. ഇപ്പോൾ അയാളുടെ നഷ്ടപ്പെട്ട ആ കാലിൻ്റെ ഭാഗത്ത് ഇരുമ്പ് പൊടി വെച്ച് കൺട്രോൾ ചെയ്താണ് പുള്ളി നടക്കുന്നത്. അങ്ങേരിപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ട്രൂപ്പിലെ മെമ്പേഴ്സ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് സ്വന്തം ജീവൻ കൊടുത്തത്. സോറി ഗൈസ്, ഞാനൊരു കഴിവുകെട്ട കമാൻഡർ ആയിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ രക്ഷിക്കാൻ പറ്റാതെ പോയത്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇവിടെ ഈ ത്യാഗം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. സോ ഇവരെ ഞാൻ നേരിട്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഹാഗിവരെ മുന്നോട്ട് പോവുകയും ഉറാൻ അവളുടെ പവർ വെച്ചിട്ട് പുള്ളിയുടെ ദേഹം ഫ്രീസ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ബിങ്കോ ആ സിംഹത്തലയും കൊണ്ട് വന്ന് ഹാഗിവരെ കടിച്ചെടുക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹാഗിവരയുടെ ഡ്രസ്സിൽ ഇരുമ്പ് പൊടിയുണ്ടല്ലോ, അത് വെച്ചിട്ട് അയാളിപ്പോൾ ആ ഐസിൽ നിന്ന് ബ്രേക്ക് ആവുന്നുണ്ട്. എന്നിട്ട് ബിങ്കോയുടെ ആ സിംഹത്തലയും കീറി പുള്ളി പുറത്ത് ചാടുന്നു. ഉറാൻ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ഓ ഇങ്ങേര് ഡ്രസ്സിനുള്ളിൽ അയൺ സാൻഡ് ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഇപ്പോൾ നമ്മളെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതായത് ഹാഗിവരെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളാണ്. ചികിത്സക്കിടയിൽ ഹാഗിവരെ ഇങ്ങേരോട് പറഞ്ഞത് അന്ന് സോജോയുമായിട്ടുള്ള ഫൈറ്റിൽ പരിക്കേറ്റ് കടലിലേക്ക് വീണപ്പോൾ മുങ്ങിത്താണുകൊണ്ടിരുന്ന ഹാഗിവരയെ പിടിച്ച് മുകളിൽ കൊണ്ടുവന്നത് കുഗാരയാണെന്നാണ്. പക്ഷെ ശരിക്കും സംഭവിച്ചത് അങ്ങനല്ല, ഹാഗിവര സ്വയം കയറി വന്നതാണ്. പക്ഷെ അയാളുടെ ഉപബോധ മനസ്സിൽ രജിസ്റ്റർ ആയിരിക്കുന്നത് കുഗാര അയാളെ രക്ഷിച്ചു എന്നാണ്. അതായത് ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി ഒക്കെ പോലെ കുഗാര ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഈ ഡോക്ടർ ഇപ്പോൾ പറയുന്നുണ്ട്, പുറമേ നിന്ന് കാണുന്ന ഒരാൾക്ക് ഇതിപ്പോൾ ഒരു ഭയങ്കര സൈക്കോളജിക്കൽ പ്രശ്നമാണ്, ഹാഗിവരയുടെ കരിയർ തന്നെ അവസാനിച്ചു എന്നൊക്കെ തോന്നാം. പക്ഷെ ഞാനിത് കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഏറ്റവും കിടിലമായിട്ട് മന്ത്രവിദ്യ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? സ്പിരിറ്റ് എനർജി നമ്മളുടെ ഉള്ളിൽ നാച്ചുറലായിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ. ഹാഗിവരയുടെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ കുഗാരയാണെന്നും പറഞ്ഞ് അയാളുടെ സ്വന്തം മന്ത്രവിദ്യയോട് തന്നെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ സബ് കോൺഷ്യസ് കൺട്രോളിൻ്റെ ടോപ്പ് ലെവലിലാണ് ഹാഗിവര ഇപ്പം നിൽക്കുന്നത്. സോ ഇപ്പോൾ ഇവിടെ യുദ്ധം ചെയ്യാൻ ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരാളാണ് ഹാഗിവര എന്നാ ഡോക്ടർ പറയുന്നുണ്ട്. ഹാഗിവര ആണെങ്കിൽ അപ്പോൾ നമുക്ക് തുടങ്ങാം കുഗാര എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഹാഗിവര അപ്പോഴേക്കും തളർന്നങ്ങ് വീഴുകയാണ്. അതായത് ബിങ്കോയുടെ ആ മന്ത്രവിദ്യ ആ സിംഹത്തല തകർത്തപ്പോൾ ഹാഗിവരയുടെ ബോഡി വീക്കായി. ഹാഗിവര ഇപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ബോഡി ഭയങ്കര ഹെവി ആയതുപോലെ തോന്നുന്നു, പക്ഷേ കുഴപ്പമില്ല, നമുക്ക് ആ രണ്ടാമത്തെ വെസലിനെ ഞാൻ കൊന്നാൽ പോരെ, അതിനൊരു വഴിയുണ്ട്. അതായത് ഹാഗിവരയുടെ മന്ത്രവിദ്യ എന്ന് പറയുന്നത് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് റിലേറ്റഡ് ആണ്. സോ പുള്ളിക്കാരൻ ആ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ചിട്ട് ഒരു വലിയ റേഡിയസിലുള്ള എന്തിനേയും സ്കാൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു MRI സ്കാൻ പോലെ. ഇപ്പോൾ ഹാഗിവര ചെയ്യാൻ പോകുന്നത് ഒരു ജയന്റ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയിട്ട് ഈ കമുനാബി ഹെഡ്ക്വാർട്ടേഴ്സിലുള്ള എല്ലാവരുടെയും ആന്തരിക അവയവങ്ങൾ സ്കാൻ ചെയ്ത് നോക്കാൻ പോവാണ്. സോ പുള്ളി ഇപ്പോൾ പറയുന്നുണ്ട്, കുഗാര അവരെവിടെയാണെന്ന് എനിക്ക് കാണിച്ചതാ. ഇപ്പോൾ പുള്ളിയുടെ മന്ത്രവിദ്യ വളരെ ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഹിഷാക്കുവിലെ ആ മുഖത്ത് ബാൻഡേഡ് ഇട്ട മന്ത്രവാദി ഉണ്ടല്ലോ, അവൻ്റെ ഉള്ളിലാണ് ആ സ്ക്രോള് കിടക്കുന്നത്. സോ അവനാണ് രണ്ടാമത്തെ വെസൽ. കുത്തി അവൻ്റെ കുടൽ പുറത്തെടുക്കുക കുഗാര എന്ന് പറഞ്ഞുകൊണ്ട് ആ മാസ്ക് നേരെ ഇപ്പോൾ ഹാഗിവര മുകളിലേക്ക് ഷൂട്ട് ചെയ്ത് വിടുന്നുണ്ട്. ബിങ്കോയൊക്കെ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഞെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്, ഇവൻ ഏത് ലെവലാടാന്ന് ആലോചിച്ചിട്ട്. ഇപ്പോൾ ആ കുഗാരയുടെ മാസ്ക് നേരെ ആ തറയും പൊളിച്ച് ആ വെസലുള്ളിടത്തേക്ക് ചെന്നിട്ട് അവൻ്റെ വയറും തുളച്ച് മേളിലേക്ക് പോകുന്നുണ്ട്. യെസ്, നമ്മളങ്ങനെ അത് ചെയ്തു പാർട്ട്ണർ എന്നിപ്പോൾ ഹാഗിവര വിളിച്ചു പറയുന്നുണ്ട്. ഇപ്പോൾ അസാമിയുടെ ആ ചോര പുരണ്ട കൈകളുടെ ഒരു ഗ്ലിംസ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നേരെ ഇക്കുറ്റോ ഹാഗിവരയുടെ സീനിലേക്ക് പോവാണ്. പുള്ളി ഇപ്പോൾ ആ തറ പൊളിച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. കുഗാരയുടെ മാസ്കും അവിടെ തന്നെ ഉണ്ട്. മറ്റേ ആ കണ്ണാടി വെച്ച കമുനാബി മന്ത്രവാദി ചോദിക്കുന്നുണ്ട്, ഹാഗിവര നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വന്നോ? ഹാഗിവരയാണെങ്കിലും ആ മുഖത്ത് ബാൻഡേഡ് ഇട്ട ഹിഷാക്കു മന്ത്രവാദിയാണ് വെസലിന് കണ്ടപ്പോൾ ചോദിക്കുന്നുണ്ട്, ഈ ചെക്കനാണോ വെസൽ? അവനിപ്പോൾ നല്ല പരിക്ക് പറ്റി അവിടെ കിടപ്പുണ്ട്. ഹാഗിവര ഇപ്പോൾ എന്നോട് പറയുന്നുണ്ട്, സോറിടാ മോനെ, നിന്നെ ഞങ്ങൾക്ക് കൊന്നേ പറ്റൂ, നീ ചത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ബാക്കപ്പിന് ആളെ എത്തിക്കാൻ പറ്റൂ. അവനിപ്പോൾ കോട്ടിനുള്ളിൽ നിന്നൊരു കത്തി എടുത്തിട്ട് ഫാസ്റ്റായിട്ട് ഹാഗിവരയ്ക്ക് നേരെ മൂവ് ചെയ്യുന്നുണ്ട്. ഹാഗിവരയും ചിന്തിക്കുന്നുണ്ട്, ഇത്രയും മുറി ഉണ്ടായിട്ട് ഇവനിങ്ങനെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ആ ഇരുമ്പ് പൊടിയുടെ പവർ വെച്ചിട്ട് ഹാഗിവര ഇവൻ്റെ ആ കത്തി പിടിച്ചിരിക്കുന്ന കൈയും കട്ട് ചെയ്യുന്നുണ്ട്, ഇവൻ്റെ ദേഹവും കുത്തി കീറുന്നുണ്ട്.
ഇപ്പോൾ അവൻ ആ കത്തി മറ്റേ കൈ കൊണ്ട് ക്യാച്ച് പിടിച്ചിട്ട് പിന്നെ ഹാഗിവരെ കുത്താനായിട്ട് ചെല്ലുന്നു. ഹാഗിവരെ ഇപ്പോൾ ചാടി പുറകിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ അവൻ്റെ അറ്റുപോയ കൈയൊക്കെ റീജനറേറ്റ് ആവുകയാണ്. അതായത് കുറേ ഫൈബർ പോലത്തെ സാധനം ഇങ്ങനെ വന്നിട്ട് പുതിയൊരു കൈ ഇങ്ങനെ ഉണ്ടാവുന്നു. ഇവനിപ്പോൾ ഹാഗിവരയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നോട് സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു കൊച്ചി ഇറക്കണമെന്നല്ല, എനിക്ക് 17 വയസ്സായി. ഹാഗിവര ഇപ്പോൾ പറയുന്നുണ്ട്, 17 വയസ്സെന്ന് പറഞ്ഞാലും കൊച്ചി ഇറക്കം തന്നെയല്ലേ. അതേപോലെ തന്നെ പുള്ളി ചിന്തിക്കുന്നുണ്ട്, റീജനറേഷൻ എബിലിറ്റിയാണ് ഇവനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൂടെ നിന്ന് എത്ര നേരം വേണമെങ്കിലും ഫൈറ്റ് ചെയ്ത് ഹിഷാക്കുവിന് ആവശ്യം വേണ്ട സമയം ഇവന് മേടിച്ചു കൊടുക്കാൻ പറ്റും. ഇവനൊരു കൊച്ചു പയ്യനായിരിക്കും, പക്ഷെ ഒരിക്കലും ഒരു സാധാരണ പയ്യനല്ല. കാര്യം ഈ ചെറുപ്രായത്തിലെ വെസലാവാനുള്ള മനക്കെട്ടി ഇവനുണ്ട്. അതൊരു ചെറിയ കാര്യമല്ല എന്ന് ഹാഗിവര ഇങ്ങനെ പറയുന്നുണ്ട്. ഹാഗിവര ഇപ്പം അങ്ങ് തളർന്നു വീഴുന്നുണ്ട്. കാര്യം ഒന്നാമതേ ആ ബിങ്കോയുടെ മന്ത്രവാദം, പിന്നെ ഇയാൾ കുറേ ദിവസമായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട്. ഇപ്പം ആ കുഗാര മാസ്കും പറയുന്നുണ്ട് എനിക്കൊരു 20 സെക്കൻഡ് ബ്രേക്ക് വേണമെന്ന്. അതായത് ഹാഗിവരയുടെ ആ മന്ത്രവിദ്യയ്ക്ക് ഒരു ടൈം ലിമിറ്റ് കാണുമല്ലോ. ഹാഗിവര ഇപ്പോൾ അവിടെ കിടന്ന് വിളിച്ചു പറയുന്നുണ്ട്, ആരെങ്കിലും പെട്ടെന്ന് വന്ന് ഈ പയ്യനെ ഒന്ന് വെട്ടിക്കൊല്ല്. സോ അവിടെ വരികയാണ് നമ്മുടെ ഹാക്കുരി. പുള്ളിക്കാരൻ ആ സ്റ്റോർ ഹൗസ് എബിലിറ്റി വെച്ചിട്ട് കിരിയെ ഈ മന്ത്രവാദിയുടെ തൊട്ടു പുറകിലായിട്ട് ടെലിപ്പോർട്ട് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. ഇത് നോട്ടീസ് ചെയ്ത ഇവൾ വാള് വീശുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ കിരി വീണ്ടും വാള് ചുഴറ്റിയെടുത്ത് അവന് നേരെ പിന്നെയും വീശുന്നു. അങ്ങനെ അവന്റെ ഒരു സൈഡ് അങ്ങ് കീറി മുറിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഉടനെ ആ മുറിഞ്ഞ സൈഡ് അങ്ങ് റീജനറേറ്റ് ആക്കിയിട്ട് ആ വാൾ അവന്റെ ബോഡിയിൽ ട്രാപ്പ് ആക്കി വെക്കുന്നുണ്ട്. ഇപ്പൊ ഈ സംഭവം കിരിക്കും അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. അവളൊന്ന് ഞെട്ടുന്നുണ്ട്. അവൻ എന്നിട്ടിപ്പോൾ പെട്ടെന്ന് കിരിയെ ചവിട്ടി തെറിപ്പിക്കുന്നു. ഇപ്പോൾ അവന്റെ മുന്നിൽ ഹാക്കുരി എത്തിയിട്ടുണ്ട്. ഹാക്കുരി ഇപ്പോൾ പെട്ടെന്ന് ആ സ്റ്റോർ ഹൗസ് എബിലിറ്റി വെച്ചിട്ട് ഒരു കറ്റാന അവന്റെ മുന്നിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇസോ ഉപയോഗിച്ചിട്ട് ആ കറ്റാന ഈ ഹിഷാക്കു മന്ത്രവാദിക്ക് നേരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യിക്കുന്നു. അവനിപ്പോൾ അതിൽ നിന്ന് തല വെട്ടിക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ പ്ലാൻ അതല്ലായിരുന്നു. അവന്റെ ബാക്കിൽ നിൽക്കുന്ന കിരി ഇപ്പോൾ ആ കറ്റാന ക്യാച്ച് പിടിച്ചിട്ട് നിമിഷ നേരം കൊണ്ട് ഇവന്റെ തല വെട്ടി തെറിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ തലയില്ലാത്തവൻ ഇപ്പോൾ അവൻ്റെ ദേഹത്ത് തറഞ്ഞിരിക്കുന്ന കിരിയുടെ ആ കറ്റാന ഉണ്ടല്ലോ, അതെടുത്തിട്ട് അവൾക്ക് നേരെ എറിയുന്നു. ഇപ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന കറ്റാന വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ തല അവൻ്റെ കൈകൊണ്ട് പിടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ തല വെട്ടി കളഞ്ഞിട്ട് ഇവൻ ചത്തില്ലേന്ന് ഓർത്ത് ഹാക്കുരിയും ഹാഗിവരെയും കിരിയും ഒക്കെ ഞെട്ടുന്നുണ്ട്. ഈ തല പോയവൻ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. അവനിപ്പോൾ പറയുന്നു, സൂര്യൻ കത്തിജ്വലിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ രാത്രിയാണെന്ന് യൂറ പറഞ്ഞാൽ അത് രാത്രിയാണെന്ന് ഞാൻ വിശ്വസിക്കും. ഞാനാണ് ഹിഷാക്കുവിൽ ഏറ്റവും സ്ട്രോങ്ങർ. അത് യൂറ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. സോ ഞാനത് വിശ്വസിക്കുന്നു. ഹാഗിവരെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, തല അരിഞ്ഞിട്ട് ഈ നാറി നിന്ന് സംസാരിക്കുന്നുണ്ടല്ലോ, ഇവനെന്താ മരണമില്ലേ? അല്ല, ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ട്രിക്ക് കാണും. ഇവനെ വേറെ ഏതെങ്കിലും രീതിയിൽ കൊല്ലാൻ പറ്റുമായിരിക്കും, കത്തിച്ചോ അങ്ങനെ എന്തെങ്കിലും. അതെന്തായാലും പെട്ടെന്ന് കണ്ടുപിടിക്കണം. ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹാഗിവരെ പെട്ടെന്ന് കുറെ പൂക്കളുടെയൊക്കെ പ്രസൻസ് സെൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഷിനുച്ചിയുടെ പ്രസൻസ് പുള്ളി സെൻസ് ചെയ്യുന്നു. ഹാഗിവരെ ഇപ്പോൾ വളരെ പെട്ടെന്ന് ആ അയൺ സാൻഡ് ഉപയോഗിച്ചിട്ട് കിരിയെ ഹാക്കുരിയെ അവിടുന്ന് മാറ്റുന്നുണ്ട്. ആ മുറിയുടെ അങ്ങേ അറ്റത്തേക്ക് അവരെ തള്ളി കൊണ്ടുപോയിട്ട് അവിടെ ഒരു അയൺ സാൻഡിന്റെ ബാരിയറും ഉണ്ടാക്കുന്നു പുള്ളി. ഇപ്പോൾ ഉടനെ ഈ മുറിയിലേക്ക് യൂറ കടന്നു വരുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ ചുറ്റും ആ സെന്റിപ്പീഡിന്റെ ഐറ്റം ഇങ്ങനെ കാണാം. അതേപോലെ തന്നെ താഴേന്ന് പൂവൊക്കെ വിരിഞ്ഞു വരുന്നുണ്ട്. അവിടെ നിന്നിരുന്ന 2 കമുനാബി മന്ത്രവാദികളും മരിച്ചു വീണിട്ടുണ്ട്. ആ തല പോയവൻ ആ വെസൽ ഇപ്പോൾ യൂറ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. യൂറ ആണേലും ഇപ്പോൾ പറയുന്നുണ്ട്, യൂക്കിസാഡ വെൽഡൺ, നീ നന്നായിട്ട് നിന്റെ ജോലി ചെയ്തു എന്ന്. സോ ഇവന്റെ പേരാണ് യൂക്കിസാദ. നമ്മൾ വൈകിപ്പോയി എന്ന് ഹാഗിവര പറയുന്നു. ഹാക്കുരി ഇപ്പോൾ പറയുന്നുണ്ട്, മിസ്റ്റർ അസാമി അവിടെ ഇയാളെ ഫൈറ്റ് ചെയ്ത് എൻഗേജ് ചെയ്ത് നിർത്തിയിരിക്കുമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇപ്പോൾ ഇത് കേട്ടപ്പോൾ ഹാഗിവര പെട്ടെന്ന് ചിന്തിക്കുന്നുണ്ട്. അതായത് 1 സെക്കൻഡ് നേരത്തേക്കാണെങ്കിലും യൂറയുടെ കയ്യിൽ എന്തോ ഒരു സാധനം ഇരിക്കുന്നതായിട്ട് ഹാഗിവര ശ്രദ്ധിച്ചിരുന്നു. അത് മറ്റൊന്നും ആയിരുന്നില്ല, നമ്മുടെ അസാമിയുടെ കൈ ആയിരുന്നു ഗൈസ്. ഈ നാറി അസാമിയുടെ കൈ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ അയൺ സാൻഡ് കൊണ്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങോട്ടേക്ക് യൂറ ഇങ്ങനെ കൈ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ പുള്ളി അത് പൊളിച്ച് അകത്തുള്ളവരെ ഒന്നും ചെയ്യുന്നില്ല. കാര്യം ഇപ്പം തന്നെ സമയം കുറേ വൈകി. ഇനി നേരെ സോട്ട് മാസ്റ്ററുടെ അടുത്തേക്ക് പോകണമെന്ന് യൂറ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളിലും ഈ ഷിനുച്ചിയുടെ പൂവെല്ലാം ഇങ്ങനെ വിരിഞ്ഞ് ആകെ നാശമായിട്ട് കിടക്കുകയാണ്. യൂറയാണെങ്കിലും ഇങ്ങനെ നടന്ന് സ്റ്റെയർ ഇറങ്ങി ഒരു ഏരിയയിലേക്ക് പോകുന്നു. 10 പില്ലേഴ്സിന്റെ ടോപ്പ് ഭാഗം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ഏരിയയിൽ ഇപ്പോൾ യൂറ വന്ന് എത്തി നിൽക്കുന്നുണ്ട്. സോ ഇതിന്റെ അടിയിലാണ് സോട്ട് മാസ്റ്ററിന്റെ തടവറ എന്ന് യൂറ പറയുന്നു. നമുക്കിപ്പോൾ അതിന്റെ താഴെ ആ തടവറയിൽ നിൽക്കുന്ന സോട്ട് മാസ്റ്ററിനെയും കാണാം. ഇപ്പോൾ കമുനാബി ഹെഡ് ക്വാർട്ടേഴ്സിന്റെ ഏറ്റവും താഴെയുള്ള ഡെഞ്ചനിലാണ് സോട്ട് മാസ്റ്ററിനെ പൂട്ടിയിട്ടിരിക്കുന്നത്. പക്ഷേ അതിന്റെ ടോപ്പിൽ നിൽക്കുന്ന യൂറയ്ക്ക് ഇപ്പോൾ പുള്ളിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. കാര്യം ഇവർ ഷിനുച്ചിയുമായിട്ട് കണക്റ്റഡ് ആണ്. ഇപ്പോൾ സെയ്റ്റേ യുദ്ധത്തിലെ സോട്ട് മാസ്റ്റർ ആ ഷിനുച്ചിയൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷ്വൽ നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ സോട്ട് മാസ്റ്ററിന്റെ പേരും റിവീൽ ചെയ്തിരിക്കുകയാണ്, അക്കേമുറ സോഗ. ഇപ്പോൾ മാലഡിക്ഷൻ പോലൊരു വൻ ദുരന്തം ഉണ്ടാക്കി പിടിവിട്ട് നിന്നിരുന്ന ഈ സോട്ട് മാസ്റ്ററിനെയും ബാക്കിയുള്ള 5 സോട്ട് ബെയറേഴ്സ് ആണ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വിധത്തിൽ കീഴടക്കി അവസാനം ഈ ഡെഞ്ചനിൽ പൂട്ടിയത്. എല്ലാം ഇങ്ങനെ എടിപിടിന്ന് ചെയ്യേണ്ടി വന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ആ മാനസിക നിലയെപ്പറ്റി വിശദമായിട്ടൊന്ന് പഠിക്കാൻ ഈ കമുനാബിയിലുള്ളവർക്ക് സമയം കിട്ടിയില്ല.
പുള്ളിയുടെ മെന്റൽ ഹെൽത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് ഇവർക്കൊരു ഊഹം മാത്രമേ ഉള്ളൂ. അതിതാണ്, സെയ്റ്റ യുദ്ധത്തിൽ ഒരുപാട് ശവശരീരങ്ങളെല്ലാം കൂടെ കണ്ട് ആകെ താളം തെറ്റിപ്പോയ സോഗയുടെ ആ മൈൻഡിനെ ഷിനുച്ചിയുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാൾ വല്ലാത്തൊരവസ്ഥയിലെത്തി. ഇപ്പൊ അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള ഒരവസ്ഥയിലെത്തി കഴിഞ്ഞാൽ മന്ത്രവിദ്യയുടെ പവറും കൂടുമെന്ന് നമ്മളിപ്പോ ഇക്കുറ്റോ ഹാഗിവരയുടെ കേസിൽ കണ്ടതാണല്ലോ. അത് തന്നെയാണ് സോഗയ്ക്ക് സംഭവിച്ചത്. ഷിനുച്ചി അയാളെ ഓവർ പവർ ചെയ്തു. അങ്ങനെ മാലിഡിക്ഷൻ പോലെ വലിയൊരു ദുരന്തം തന്നെ സംഭവിച്ചു. അപ്പോൾ ഈ ഒരു തിയറിയുടെ പുറത്ത് അവർ സോട്ട് മാസ്റ്ററിനെ അന്ന് തൊട്ട് കനത്ത സുരക്ഷയിൽ ലോക്ക് ചെയ്തു. എന്നിട്ട് അയാളുടെ പുറമേ ഉള്ള ആക്ടിവിറ്റീസ് മാത്രം മോണിറ്റർ ചെയ്തുകൊണ്ടിരുന്നു. സോ 18 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഇങ്ങേരെ ഒരു മനുഷ്യനോട് സംസാരിക്കുന്നത്. സോട്ട് മാസ്റ്റർ, അങ്ങനെ ഒടുവിൽ നമ്മൾ കണ്ടുമുട്ടി. ഞാൻ നിങ്ങളെ കൊല്ലാനായിട്ട് വന്നതാണ് എന്ന് യൂറ പറയുന്നു. സോട്ട് മാസ്റ്റർ ഇപ്പോൾ ആ തടവറയിലിരുന്ന് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങേരിപ്പോൾ പറയുന്നുണ്ട്, കുറേ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു മനുഷ്യനോട് സംസാരിക്കുന്നത്. പുറത്തെ കാലാവസ്ഥ എങ്ങനെയാ, തണുപ്പാണോ? യൂറ ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നു. സോട്ട് മാസ്റ്റർ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം? ഇവിടുത്തെ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് ഭ്രാന്തായെന്നാണ്. സോഗ ഇപ്പോൾ ഇത് കേട്ടിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്നാ ചെറിയ ഐലൻഡിലെ ആൾക്കാരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യാൻ തീരുമാനമെടുത്തത് ഈ രാജ്യത്തെയും ഇവിടെ ശേഷിക്കുന്ന ആളുകളെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വിശ്വാസങ്ങൾ പ്രകാരം ഞാൻ അന്ന് ചെയ്തതായിരുന്നു ശരി. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇത്രയും വലിയൊരു കൂട്ടക്കൊല നടത്തിയതിനെ പറ്റി ഇങ്ങനെ കാഷ്വലായിട്ട് കൂളായിട്ട് പറയുന്നത് കേട്ടിട്ട് യൂറ ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അതുമാത്രമല്ല, 18 വർഷമായിട്ട് ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ കിടന്നിട്ടും ഇപ്പോഴും ഇയാളുടെ ചിന്താശേഷി പോയിട്ടില്ലല്ലോ എന്ന് യൂറ ചിന്തിക്കുന്നു. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ കിളി പോയി ഡിപ്രഷനിലായേനെ. അതും കൂടാതെ ഈ മാലിഡിക്ഷൻ പോലെ അത്രയും വലിയൊരു ദുരന്തം അന്ന് ഇങ്ങനെ നോർമൽ സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരുന്നപ്പോഴായിരിക്കുമോ ഇയാൾ അൺലീഷ് ചെയ്തതെന്നും യൂറ ആലോചിക്കുന്നു. യൂറ ഇപ്പോൾ ഇങ്ങനോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ മൈൻഡ് ഹൈജാക്ക് ചെയ്യുന്നത് നിങ്ങൾ മനഃപൂർവ്വം നിർത്തിവെച്ചതാണോ എന്ന്. സോഗ ഇപ്പോൾ അതേന്ന് പറയുന്നുണ്ട്. കാര്യം പുള്ളിക്ക് പുറം ലോകത്തെ പറ്റിയൊക്കെയുള്ള വിശേഷങ്ങൾ ആരോടെങ്കിലും ഒക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണമായിരുന്നു. കുറേ കാലമായില്ലേ ആരോടെങ്കിലും സംസാരിച്ചിട്ട്. സോ ഇപ്പോൾ അതുകൊണ്ടാണ് സോഗ അന്ന് റാക്കുസായിച്ചിയിൽ വെച്ച് ക്യോരയുടെ മൈൻഡ് ഹൈജാക്ക് ചെയ്ത പോലെ അത്ര പവറിൽ യൂറയെ ചെയ്യാഞ്ഞത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഈ സംസാരിക്കുമ്പോൾ പോലും ആവശ്യമായ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യണം, ഇല്ലെങ്കിൽ വിഷയമാണെന്ന് യൂറയുടെ അടുത്ത് സോഗ പറയുന്നുണ്ട്. എൻ്റെ സഹോദരൻ കുനിഷികെ റോക്കുഹിര മരിച്ചോ എന്നിപ്പോൾ സോഗ യൂറയോട് ചോദിക്കുന്നു. മരിച്ചു. ഞാനാണ് പുള്ളിക്കാരൻ്റെ മരണം ആസൂത്രണം ചെയ്തത്. ഓ, ഒളിച്ചു വെച്ചിരുന്ന എൻചാൻറ്റഡ് ബ്ലേഡ്സ് പുറത്തെത്തിയതപ്പോൾ അങ്ങനെയാണല്ലേ. ഇപ്പോൾ നീ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നെ കൊല്ലാനും. അതെ, അതാണ് ഞങ്ങളുടെ പ്ലാൻ എന്നിപ്പോൾ യൂറ പറയുന്നു. ഇപ്പോൾ യൂറ നിൽക്കുന്നതിൻ്റെ താഴെ കൂടെ ഒരു പൂ ഇങ്ങനെ വിരിഞ്ഞു വരുന്നു. അതിൽ നിന്ന് ഷിനുച്ചിയും പൊങ്ങി വരുന്നുണ്ട്. സോ ഇപ്പോൾ ആ സീലിംഗ് റൂമിലിരുന്ന ഷിനുച്ചി അങ്ങനെ യൂറയുടെ കൈകളിൽ എത്തിയിരിക്കുകയാണ്. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, കമുനാബി സൃഷ്ടിച്ച ആ ഹീറോസ് ചെയ്ത തെറ്റുകൾ തിരുത്താനായിട്ട് വന്നവനാണ് ഞാൻ. മാലിഡിക്ഷൻ എന്ന വിപത്തിനോട് ഞാൻ 100% യോജിക്കുന്നു. അതൊന്ന് നേരിൽ കണ്ടപ്പോൾ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ശരിയായ ഉത്തരം അതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴുള്ള ഈ ലോകം അഴിച്ചു പണിയാൻ കെൽപ്പുള്ള ആയുധങ്ങളാണ് എൻചാൻറ്റഡ് ബ്ലേഡ്സ്. പക്ഷേ കുനിഷികെ റോക്കുഹിര മാലിഡിക്ഷൻ എന്ന ആശയത്തെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് അവൻ എൻചാൻറ്റഡ് ബ്ലേഡ്സ് പൂട്ടിവെച്ചു. അത് അയാൾ ചെയ്ത ഒരു വലിയ തെറ്റായിരുന്നു. ഇപ്പോൾ ഹാഗിവര ആ ഇരുമ്പ് പൊടി കൊണ്ടുണ്ടാക്കിയ ബാരിയർ മാറ്റുന്നുണ്ട്. ഷിനുച്ചിയുടെ പവറിൽ ഇപ്പോൾ അവിടെ വീണ് കിടക്കുന്ന മന്ത്രവാദികൾ മരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് കാണാം. അവരതിനെ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ഹാക്കുരി ശ്രദ്ധിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചിന്തിക്കുന്നുണ്ട്, അന്ന് റാക്കുസായിച്ചിയിൽ വെച്ച് ഇതിന്റെ അറ്റാക്കിൽ മരിച്ചതെല്ലാം സാധാരണ ഗാങ്സ്റ്റേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഇവരിത് റെസിസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ട് മന്ത്രവാദികൾക്ക് ഒരു പരിധി വരെ ഇതിൽ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പെട്ടെന്നിപ്പോൾ ഹാക്കുരിയുടെ മനസ്സിലേക്ക് മുൻപ് ചിഹിരോ ആ ലിഫ്റ്റിൽ വെച്ച് പറഞ്ഞ ഒരു കാര്യവും വരുന്നുണ്ട്. അതായത് എൻചാൻറ്റഡ് ബ്ലേഡ്സ് ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുടെ ജീവൻ എടുക്കുന്നത് എനിക്ക് ഒരിക്കലും കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന്. ഇപ്പോൾ ഉറുഹെ നാറ്റ്സുക്കി ഒക്കെ ആ ഷിനുച്ചിയുടെ പവറിനെ പതുക്കെ റെസിസ്റ്റ് ചെയ്തിങ്ങനെ എഴുന്നേക്കാൻ നോക്കുന്നത് കാണാം. യൂറ ഇപ്പോൾ പറയുന്നുണ്ട്, ഇവർ സോട്ട് മാസ്റ്ററിനെ കൊല്ലാൻ പ്ലാൻ ഇട്ടത് തന്നെ സോട്ട് മാസ്റ്ററിന് ഭ്രാന്താണ് എന്നുള്ള കഥകൾ കേട്ടിട്ടാണ്. കാര്യം മാലിഡിക്ഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തിനോട് യൂറ യോജിക്കുന്നെങ്കിലും മാനസിക നില തെറ്റിയ ഒരാൾ ഷിനുച്ചി വീൽഡ് ചെയ്യുന്നതിനോട് യോജിക്കാൻ പറ്റില്ലല്ലോ. അതാണ് സോട്ട് മാസ്റ്ററിനെ കൊന്നിട്ട് യൂറ ഇത് വീൽഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷേ ഇവിടെ വന്ന് സോട്ട് മാസ്റ്ററിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ യൂറയ്ക്ക് മനസ്സിലായി ഇയാൾക്ക് ഭ്രാന്തായിട്ടൊന്നുമല്ല, വളരെ ക്ലാരിറ്റിയോടുകൂടി ബോധപൂർവം തന്നെയാണ് ഇയാൾ മാലിഡിക്ഷൻ അൺലീഷ് ചെയ്തതെന്ന്. സോ ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് യൂറ പറയുന്നു. അതിന് നീ ഏതാന്ന് ആദ്യം പറയാന്ന് ഇപ്പോൾ സോഗ പറയുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് നിന്ന് ശരിയായ രീതിയിൽ ഈ എൻചാൻറ്റഡ് ബ്ലേഡ്സ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാം, എന്തു പറയുന്നു എന്ന് യൂറ ഇപ്പോൾ സോഗയോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അസാമി കടന്നു വരുന്നത്. പുള്ളിയുടെ ചുറ്റും ആ ഷിനുച്ചിയുടെ പൂവൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ കോയിനും കാണാം ആ ഇലക്ട്രിസിറ്റി പോകുന്നത്. യൂറ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എടാ ചെകുത്താനുണ്ടായവനെ നീ പിന്നെ വന്നോ?
അതേടാ ഞാൻ ചെകുത്താൻ തന്നെയാ എന്ന് പറഞ്ഞിട്ട് അസാമി ഇപ്പോൾ യൂറയ്ക്ക് നേരെ പാഞ്ഞു ചെല്ലുന്നുണ്ട്. ഇപ്പോൾ ആ ഡ്രാഗൺ ഫ്ലൈ അറ്റാക്ക് വെച്ചിട്ട് അസാമിയുടെ മറ്റേ കൈയും യൂറ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. എന്നിട്ട് യൂറ പറയുന്നുണ്ട്, 2 കാലിൽ നടക്കുന്ന ഒരു ശവം, അത്രേ ഉള്ളു നീ. അസാമി ഇപ്പോൾ കറങ്ങിച്ചാടി ആ കാല് കൊണ്ട് യൂറയുടെ മുഖത്ത് കിക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ആൻഡ് അസാമി ഇപ്പോൾ അവനെ കിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഡീമനായിട്ട് മാറാൻ ഞാൻ എൻ്റെ മൈൻഡ് അങ്ങ് സെറ്റ് ചെയ്തു എന്ന് അസാമി പറയുന്നുണ്ട്. ഇപ്പോൾ അസാമിയുടെ മനസ്സിലേക്ക് ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് വരുന്നുണ്ട്. അതായത് കുനിഷികെ റോകുഹിര മരിച്ച ശേഷം ചിഹിരോയുടെ അടുത്തേക്ക് ചെല്ലുന്ന അസാമി. ഇപ്പോൾ ഷിബയും അടുത്തായിട്ട് തന്നെ ഉണ്ട്. ഇപ്പോൾ പ്രസന്റിൽ സുഷി സുബാരു എന്ന് പറയുന്ന ആ ലൊക്കേഷനിലുള്ള കോൺട്രാക്റ്റഡ് സോട്ട് ബെയറിന് കാവലിരിക്കുന്ന ഷിബയെയാണ് കാണിക്കുന്നത്. ഷിബ അവിടെ ഒരു ഫോണിലേക്ക് നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. സോ ഇവിടെ വെച്ച് നമ്മളുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറക്കാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു. സോ അപ്പോൾ ഉടൻ തന്നെ അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.